ജയിൽ നോമിനേഷൻ കഴിഞ്ഞ് അധികമൊന്നും ബിഗ് ബോസ് താമസിച്ചില്ല കേട്ടോ. രണ്ടുപേരെയും ജയിലിലൊക്കെ കയറ്റിയിട്ടുണ്ട്. എന്നാൽ അതിൽ അനീഷിന് ചെറിയൊരു പരാതിയുണ്ട്. പരാതി മാത്രമല്ല, തൻ്റെ ആഗ്രഹം നടന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും കൂടി ബിഗ് ബോസിനെ ബോധിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ രണ്ടുപേരെ ജയിലിലെത്തി, അനീഷും അനുമോളും. ഇത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നോ? രണ്ടുപേരും നന്നായി കളിച്ച രണ്ടുപേരല്ലേ? ഏറ്റവും നന്നായിട്ട് കളിച്ചതും സ്കോർ ലെവലിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായ രണ്ടുപേരെയാണ് കേട്ടോ ജയിലിലേക്ക് വിട്ടിരിക്കുന്നത്. എന്നാൽ ടാസ്കിൽ ചില കള്ളത്തരങ്ങൾ കാണിച്ച ഒന്നാം സ്ഥാനത്തെത്തിയ ആര്യൻ ക്യാപ്റ്റൻസിയിലേക്കും കഷ്ടപ്പെട്ട് കളിച്ച് പരിക്കുകളും മുറിവുകളും എല്ലാം അടിയും ഇടിയും ഒക്കെ ഉത്തവും ഒക്കെ കൊണ്ടിട്ട് സഹിച്ചു നിന്ന അനുമോളും അനീഷും ജയിലിലും. ഇതെവിടത്തെ ന്യായമാണ്? ഇത് ചോദ്യം ചെയ്യാൻ വീട്ടിൽ ആരുമില്ല. കാരണം അനീഷും അനുമോളും വളരെ സ്ട്രോങ് പ്ലെയേഴ്സാണ്, ഇൻഡിവിജ്വലി കളിക്കുന്ന രണ്ടുപേരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപക്ഷെ വീട്ടിൽ ഇനി ആരും ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ടായിരിക്കും രണ്ടുപേരും ഇപ്പോൾ ജയിലിൽ പോയി കിടക്കുന്നത്. അനീഷ് ബിഗ് ബോസിനോട് പരാതി പറയുകയാണ്. ബിഗ് ബോസ്, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഇത്തവണ ടാസ്ക് നന്നായി കളിച്ചത് കൊണ്ട് ഞാൻ ക്യാപ്റ്റൻസിയിൽ വരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് ക്യാപ്റ്റൻസിയിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന്. ഒരു പക്ഷേ അനീഷിന് ആരും ക്യാപ്റ്റൻസിയിലേക്ക് ഇതുവരെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അനീഷ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ബിഗ് ബോസ് തന്നെ 7ന്റെ പണി എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ആക്കിയതാണ്. അല്ലാതെ മറ്റാരും ഇതുവരെയും ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല. അപ്പോൾ അത് അനീഷിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ക്യാപ്റ്റനായിട്ട് വരണം എന്ന്. നന്നായി ടാസ്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഈ ആഴ്ച ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ക്യാപ്റ്റനായി വരുമെന്ന് കരുതി. എന്നാൽ ഇന്ന് രാവിലെ ബാത്റൂമിൽ ഫ്ലഷ് ചെയ്തില്ല ആരോ. അത് ക്യാപ്റ്റനോട് പോയി പറഞ്ഞു. അതിൻ്റെ പേരിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ആര്യൻ കള്ളത്തരം കാണിച്ചു. അതായത് സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ട് രണ്ടെണ്ണം പ്രശ്നമാണെന്ന് കണ്ടപ്പോൾ അതങ്ങോട്ട് പോക്കറ്റിൽ എടുത്ത് വെച്ചു. 4 ഉണ്ടായത് 2 പണിയായിരുന്നു. ആ പണി കിട്ടാതിരിക്കാൻ വേണ്ടി ആ ഒരു കള്ളത്തരം ആര്യൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് ആണ് കണ്ടുപിടിച്ചത്. പക്ഷെ അത് മറ്റുള്ളവരെയും പ്രേക്ഷകരെയും മറ്റുള്ളവരെയും ഹൈലൈറ്റ് ചെയ്ത് അനീഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് അനീഷിനെ ജയിലിലിട്ടിരിക്കുന്നത്. എന്ത് ന്യായത്തിൻ്റെ പുറത്താണ് അനീഷിനെയും അനുമോളെയും ജയിലിലിട്ടിരിക്കുന്നത്? ആ ന്യായം എന്താണെന്നുള്ളത് നമ്മുടെ ലാലേട്ടൻ വരട്ടെ. ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് അറിയാം എന്താണെന്നുള്ളത്. ഈ കഴിഞ്ഞ 4 ആഴ്ച അടുപ്പിച്ച് അനീഷ് തന്നെയാണ് ജയിലിലേക്ക് പോകുന്നത്. ഇപ്പോൾ ടോട്ടൽ 5 ആഴ്ച എന്തോ ആയി അനീഷ് ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. വീക്ക്ലി ടാസ്കിൽ നന്നായി പെർഫോം ചെയ്തവരെ ജയിലിലേക്ക് ഇട്ടത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണോ? നമുക്ക് നോക്കാൻ ന്യായം ഉണ്ടാവുന്ന അതിൽ അലട്ടം വരട്ടെ, കണ്ടു തന്നെ അറിയാം. ലൈവിൽ ഇപ്പോൾ ഇവരുടെ പരാതിയും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.